ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിൻ്റെ കുറച്ച് ടെക്നിക്സാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടെക്നിക്സ് പറഞ്ഞു. ഗാൻറ്റ് ചാർട്ട് അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ടെക്നിക്കാണ് പെർട്ട് ചാർട്ട് എന്ന് പറയുന്നത്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഈ രണ്ട് ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് തേർഡ് ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, CPM, critical path method. It is a technique that determines those activities which have the least scheduling flexibility. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ ബാക്കി രണ്ട് ടെക്നിക്സ് പോലെയല്ല, ഇതിൽ നമ്മൾ ലീസ്റ്റ് ഷെഡ്യൂളിംഗ് ഫ്ലെക്സിബിലിറ്റി ഉള്ള ആക്ടിവിറ്റീസിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ആ ഒരു പാത്ത് ഡിറ്റർമിൻ ചെയ്തിട്ട് അതിൻ്റെ ലീസ്റ്റ് ഷെഡ്യൂളിംഗ് ഫ്ലെക്സിബിലിറ്റി ഉള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യും. നോട്ട് ദാറ്റ് ഇഫ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആർ ഡിലേയ്ഡ്, ദ എൻറ്റയർ പ്രൊജക്റ്റ് ഈസ് ഡിലേയ്ഡ്. ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഡിലേ ചെയ്താൽ നമ്മളെ പ്രൊജക്റ്റ്, എൻറ്റയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഡിലേ ആവും. After determining these activities, CPM specifies the project schedule according to activities that lay on critical path. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിനെ സബ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ക്രിട്ടിക്കൽ പാത്ത് മെഷർ ചെയ്യും. ക്രിട്ടിക്കൽ പാത്ത് മെഷർ ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യുക, അസൈൻ ഷെഡ്യൂള് ഈ ഒരു പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ഇനി ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് നമ്മളിങ്ങനെ ആദ്യം തന്നെ ക്രിട്ടിക്കൽ പാത്തൊക്കെ ഡിറ്റർമിൻ ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റീസ് കണ്ട് അതിൻ്റെ എല്ലാം ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലീസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നു, പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ, ബാക്കി രണ്ട് ടെക്നിക്സിനേക്കാളും കുറച്ച് കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇറ്റ് റെപ്രസെൻറ്റ് ദ പ്രൊജക്റ്റ് ഇൻ ഗ്രാഫിക്കൽ ഫോം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർട്ട് ചാർട്ടും അതുപോലെ ഗാൻറ്റ് ചാർട്ടൊക്കെ പോലെ തന്നെ ഒരു ഗ്രാഫിക്കൽ ഫോം തന്നെയാണ് CPMഉം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്രെഡിക്റ്റ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്. ഇതിൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്പെസിഫൈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ ആക്ടിവിറ്റീസും ഡിറ്റർമിൻ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഈ ഒരു CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ഇറ്റ് സ്പെസിഫൈ ഹൗ ടു സ്പീഡ് അപ്പ് ദ പ്രൊജക്റ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓൺ ഷെഡ്യൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു എൻഡ് ഡേറ്റ് ഉണ്ടായിരിക്കും, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എൻഡ് ഡേറ്റ്. ആ ഒരു എൻഡ് ഡേറ്റിൽ നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും എങ്ങനെ എത്രത്തോളം സ്പീഡ് ചെയ്യണം, എങ്ങനെ അത് സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൽ സ്പെസിഫൈ ചെയ്യും. ആൻഡ് ഇറ്റ് സ്പെസിഫൈ ദ ഒപ്റ്റിമൽ പ്ലാൻ ഫോർ സ്പീഡിങ് അപ്പ് ദ പ്രൊജക്റ്റ്. നമ്മുടെ പ്രൊജക്റ്റ് സ്പീഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിമൽ പ്ലാൻ തന്നെ ഈ ഒരു മെത്തേഡിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM ടെക്നിക്സിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാവും. ഫിഗറിൽ നോക്കാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ഒരു ഫിഗറിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഈ ഒരു ആക്ടിവിറ്റി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വീക്സ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ B പറഞ്ഞ ആക്ടിവിറ്റി അതേ സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അത് എന്ത് ചെയ്യുക,
4 വീക്സ് എടുക്കും. ബി എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ 4 വീക്സ്, എ എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ 3 വീക്സ്. ഇനി എയും ബിയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എ കഴിഞ്ഞാൽ നമുക്ക് സി ചെയ്യാം. സിക്ക് 1 വീക്ക് എടുക്കുന്നുള്ളൂ. ഓക്കെ, ആ സി ചെയ്യുന്നതോടുകൂടി എ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിയും ചെയ്യാം. ഡിക്ക് ആകെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 വീക്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അപ്പോഴത്തേക്കും നമ്മളെ ബി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇ ചെയ്യാം. ഇക്ക് എടുക്കുന്ന ടൈം 2 വീക്സ്. അപ്പോൾ അതവിടെ കംപ്ലീറ്റായി. സിയും ഡിയും ഇയും കംപ്ലീറ്റായി. ഇനി സി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് 3 വീക്സ് കഴിയുമ്പോഴേക്കും അതും എന്താവും, ഫൈനലേക്ക് പോവും. അതായത് അതും കഴിയും. ആ ആക്ടിവിറ്റി 3 വീക്സേ ഉള്ളൂ. 3 വീക്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായിരിക്കണം, അത് ആക്ടിവിറ്റി തീർത്തിരിക്കണം. ഓക്കെ, ദെൻ ഈ ഡിയും എഫും ഇയും എല്ലാം എന്ത് ചെയ്യും, ഫിനിഷിലേക്ക് പോയി. ഇത്ര ആക്ടിവിറ്റീസ് അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എ എന്ന സ്റ്റാർട്ടിൽ നമ്മൾ തുടങ്ങി എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. ഇത് ചെയ്തപ്പോൾ എക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 വീക്സ്, ബിക്ക് എടുക്കുന്ന ടൈം 4 വീക്സ്. ആൻഡ് എ കഴിഞ്ഞതിന് ശേഷം 3 വീക്സ് കഴിഞ്ഞ് എ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സിയും ഡിയും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. സിക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 വീക്കാണ്. ഡിക്ക് എടുക്കുന്ന ടൈം 2 വീക്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം സി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എഫ് സ്റ്റാർട്ട് ചെയ്യാം. അതിനെടുക്കുന്ന ടൈം 3 വീക്സ് ആണ്. എഫും ഡിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫിനിഷിലേക്ക് പോകും. ഇനി ഇവിടെ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ എന്നുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. അതും 2 വീക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ തീർക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് എന്നുള്ള പോയിന്റിലേക്ക് പോയി. ഓക്കെ, ഇതാണ് CPM ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഒന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ എന്താ ഈ നമ്മളെ കംപ്ലീറ്റ് വേൾഡ് പ്രൊജക്റ്റ് എന്തായി, ഡിലേ ആയി മാറുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് CPM ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെ സ്റ്റെപ്സാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, determine individual activities. In this step, the number of activities that is determined with the help of work breakdown structure is described. അതായത് നമ്മളൊരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിന് എന്ത് ചെയ്യുക, സബ് ഡിവൈഡ് അല്ലെങ്കിൽ സബ് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിനെ ഡിറ്റർമിൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Second step is determine sequence of activities. Hence, sequence of activities and the time taken to complete each activities are described. These activities are carried out both serially in parallel. There are some activities which are dependent on other. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിനെ കണ്ടെത്തിയതിന് ശേഷം നമുക്കറിയാം, ഓരോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില ആക്ടിവിറ്റീസ് എന്തായിരിക്കും, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സീരിയൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, സീരിയൽ ആക്ടിവിറ്റീസിനെ വേറിട്ട് കണ്ടിട്ട് അതിന് ഓരോ എടുക്കുന്ന ടൈം എത്രത്തോളാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. അതുപോലെ നമുക്ക് പാരലലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെ കണ്ടിട്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, രണ്ടും നമുക്ക് വേറെ വേറെ ചെയ്യാം. പക്ഷേ ബിയും ഇയും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അതായത് ബി കഴിഞ്ഞതിന് ശേഷമാണ് ഇ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എ കഴിഞ്ഞതിന് ശേഷമാണ് സി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എ കഴിഞ്ഞതിന് ശേഷമാണ് ഡിയും ചെയ്യാൻ പറ്റുള്ളൂ. ഈ എയും സിയും കഴിഞ്ഞാലേ നമുക്ക് എഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. പക്ഷേ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് എയും ബിയും എന്താണ്, നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ പാരലലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
അതെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം സീരിയലാണോ പാരലലാണോ എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് എടുക്കുന്ന ടൈം അതെത്രയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ്, പ്രിപ്പയർ CPM ഡയഗ്രാം. ഇതെല്ലാം കണ്ടതിന് ശേഷം CPM ഡയഗ്രാം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളതിൻ്റെ ടൈം കണ്ടെത്തി ഓരോന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എത്രയാണോ എന്നും അതുപോലെ ഓരോ ആക്ടിവിറ്റീസ് സീരിയലാണോ പാരലലാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്, CPM പ്രിപ്പയർ ചെയ്യാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയഗ്രാം പ്രിപ്പയർ ചെയ്തു. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് എസ്റ്റിമേറ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ ടൈം. The completion time of each activities is estimated with the help of knowledge gained through experience by organization or individuals. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊജക്റ്റ് മാനേജറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാനുള്ള കംപ്ലീഷൻ എസ്റ്റിമേറ്റഡ്, അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇത് എത്രത്തോളം എടുക്കും എന്നുള്ളതെല്ലാം, എത്ര ടൈം എടുക്കും, അതുപോലെ എത്ര കോസ്റ്റ് എടുക്കും എന്നുള്ളതെല്ലാം എന്ത് ചെയ്യാം, അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് ഗെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദെൻ fifth step is identify critical path. Critical path identify ചെയ്യാം. Critical path is a path through the project network where is no activities is like the amount of time for which a non-critical path activity can be delayed without delaying the project is known as slack time. അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് ഈ ഒരു ആക്ടിവിറ്റി തീർക്കാനായിട്ട് പറ്റും, അതിനെയാണ് എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. എത്ര പെട്ടെന്ന്, എത്ര ഷോർട്ടസ്റ്റ് വേ, അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു ഇതൊന്നും വരാത്ത രീതിയിലുള്ള ഒരു പാത്താണ്, ഡിലേ ഒന്നും വരാത്ത രീതിയിലുള്ള പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളെടുക്കുന്ന എമൗണ്ട് ഓഫ് ടൈമിനെയാണ് സ്ലൈക്ക് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സ്ലൈക്ക് ടൈം ഫോർ ആൻ ആക്ടിവിറ്റീസ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓർ ബിറ്റ്വീൻ ദ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അതായത് സ്ലൈക്ക് ടൈം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെ ടൈം ബിറ്റ്വീനാണ്, അവ തമ്മിലുള്ള ടൈം. അതുപോലെ ഫിനിഷിംഗ് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമിൻ്റെയും ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമിൻ്റെയും ടൈം ബിറ്റ്വീൻ, അതിനെയാണ് സ്ലൈക്ക് ടൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഡിറ്റർമിൻ സർട്ടൈൻ പാരാമീറ്റേഴ്സ് ഓഫ് ഈച്ച് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ES എന്ന് പറയുന്നത്. എന്താണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം വെൻ ആൻ ആക്ടിവിറ്റീസ് ക്യാൻ ബിഗിൻ. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പ്രീവിയസ് ആക്ടിവിറ്റീസ് ഓൺ വിച്ച് ദ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ആർ കംപ്ലീറ്റ്. അതായത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, നമ്മൾ ആക്ടിവിറ്റി തുടങ്ങാനും വേണ്ടിയിട്ടുള്ള ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമാണ് ES എന്ന് പറയുന്നത്. ഇനി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫോർ ദ ആക്ടിവിറ്റി ആൻഡ് ടൈം റിക്വയർഡ് ഇൻ കംപ്ലീറ്റിംഗ് ദാറ്റ് ആക്ടിവിറ്റി. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EF എന്ന് പറയുന്നത് സം ഓഫ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫോർ ദ ആക്ടിവിറ്റീൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും അതുപോലെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമും, അതിൻ്റെ സമ്മാണെന്ത് EF എന്ന് പറയുന്നത്. ഇനി ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ
LF, latest finish time. LF എന്ന് പറഞ്ഞാൽ it is the latest time at which the activity can be completed without delaying the project. പ്രൊജക്റ്റിൽ ഡിലേ ഒന്നും വരാതെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇനി നെക്സ്റ്റ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് it is equal to difference of latest finish time and time required in completing activity. അതായത് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമും അവ തമ്മിലുള്ള ഡിഫറൻസാണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, അതായത് LS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഫൈനൽ സ്റ്റെപ്പാണ് അപ്ഡേറ്റ് CPM ഡയഗ്രാം. അതായത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ അവിടെ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും എക്സ്ട്രാ റിസോഴ്സസ് നമ്മൾ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു ആക്ടിവിറ്റി, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തീർക്കാനായിട്ട് പറ്റിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ആ ഒരു CPM ഡയഗ്രാം വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റെപ്സിൽ CPM ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സിൽ പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ PERT ചാർട്ട് ആൻഡ് CPM ചാർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള PERT ചാർട്ടിൻ്റെയും അതുപോലെ ഇന്ന് പറഞ്ഞിട്ടുള്ള CPM ഡയഗ്രത്തിൻ്റെയും സിമിലാരിറ്റീസാണ് പറയുന്നത്. ഓക്കെ, sometimes both PERT chart and CPM are used in combination and considered as one technique known as PERT or CPM technique. They are used together, they have some similarities. അതായത് ഈ PERT ചാർട്ടും CPM ചാർട്ടും നമ്മൾ മെയിൻലി കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ടിനും ഏകദേശം സിമിലാരിറ്റീസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് സിമിലാരിറ്റീസ്, ദ ഡിഫൈൻ ദ ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്ക് ഓഫ് പ്രോജക്റ്റ്. ബോത്ത് PERT ചാർട്ട് ആൻഡ് CPM ഹാവ് സിംഗിൾ സ്റ്റാർട്ട് ആൻഡ് സിംഗിൾ ഫിനിഷ് ആക്ടിവിറ്റീസ്. അതായത് രണ്ടിനും എന്തുണ്ട്, രണ്ട് PERT ചാർട്ടും CPM ചാർട്ടും കൂടെ, CPM ഡയഗ്രാം PERT ചാർട്ടും കൂടെ നമ്മൾ ഓരോ ടാസ്കും, പ്രൊജക്റ്റിൻ്റെ ഓരോ ടാസ്കും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഇതിന് ഒരു സിംഗിൾ സ്റ്റാർട്ടും അല്ലെങ്കിൽ സിംഗിൾ ഫിനിഷ് ആക്ടിവിറ്റിയും ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ രണ്ട് ഡയഗ്രത്തിലും. അതുപോലെ സെക്കൻഡ് സിമിലാരിറ്റിയാണ്, ദ ഡിഫൈൻ റിലേഷൻഷിപ്പ് എമംഗ് ആക്ടിവിറ്റീസ്. ഇൻ അഡീഷൻ ബോത്ത് ഓഫ് ദം സ്പെസിഫൈ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഇതിൽ ഓരോ ആക്ടിവിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഈ ഒരു CPM ചാർട്ടിലും അതുപോലെ PERT ചാർട്ടിലും രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും സീക്വൻസ് ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് സിമിലാരിറ്റീസ്, തേർഡ് സിമിലാരിറ്റീസ് ഈസ് they prepare a diagram connecting all activities. എല്ലാ ആക്ടിവിറ്റീസും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസ് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റിംഗ് ആവുന്നതെന്നുള്ള ഒരു ഡയഗ്രാം. ആൻഡ് ഫോർത്ത് സിമിലാരിറ്റീസ് ഈസ് they assign time and cost estimate to each activity. ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടുള്ള ടൈമും അതുപോലെ കോസ്റ്റ് എസ്റ്റിമേഷനും എല്ലാം അസൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഡിറ്റർമിൻ ദ ക്രിട്ടിക്കൽ പാത്ത് ഇൻ ദ എൻറ്റയർ നെറ്റ്വർക്ക്. ഓരോ നെറ്റ്വർക്കിലും യൂസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ പാത്ത് എത്രത്തോളാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ യൂസ് ദ ഡയഗ്രാം ടു പ്ലാൻ, ഷെഡ്യൂൾ, മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ പ്രോജക്റ്റ്. നമ്മളെ എൻറ്റയർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ഡയഗ്രാംസ് ആണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള PERT ചാർട്ടും CPM ചാർട്ടും. സോ ഈ ഒരു ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രൊജക്റ്റ് യൂസ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ദെൻ അതിൻ്റെ സ്റ്റെപ്സ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അതിൻ്റെ ഒരു ഡയഗ്രം ക്രിയേറ്റ് ചെയ്യാനും CPM ഡയഗ്രം ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്, അതുപോലെ അതിൻ്റെ പെർട്ട് ചാർട്ടും CPM ഡയഗ്രം തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണോ അതും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് ഇതോടുകൂടെ പ്രൊജക്റ്റ് ഷെഡ്യൂൾ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.